ഹലോ ഗൈസ്, പൂപ്പീസ് വെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കർക്കിടക കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമരുന്നൊക്കെ പറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഞങ്ങളുടെ പറമ്പാണ്. ഇവിടെ കുറേ മരുന്നുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഒക്കെ നടന്ന് കണ്ടുപിടിക്കണം, അതാണൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കൊന്ന് നടന്ന് നോക്കാം. ഇതെന്താണെന്നറിയോ? ഇതാണ് നിലനാരകം. ഈ മതിലിൻ്റെ ഒരു സൈഡിലാണ് ഇതിപ്പോൾ ഉള്ളത്. കുറേ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇന്നത്തെ കഞ്ഞിക്ക് മാത്രമുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു മുക്കൂറ്റിയും പറിച്ചെടുക്കുന്നുണ്ട്. ചെറുളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ വേരാണ് കേട്ടോ എടുക്കുക. പക്ഷെ നമുക്ക് ഈ ഇല ശീപതി വയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് കീഴാർനെല്ലിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കീഴാർനെല്ലി ഇവിടെ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ അങ്ങനെ കാണാറില്ല. ഇത് നമ്മുടെ കൊടലിരിക്ക കേട്ടോ. ഇത് കുഴിച്ചിട്ടതാണ്, കുറച്ച് വള്ളി വെച്ച് പോയിട്ടുള്ളൂ. ഇതിൻ്റെ ഇലയാണ് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിതാ അതും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുന്നിൻ്റെ മേലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇത് നമ്മുടെ സാധാ പുളിമരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞരമ്പാണ് നമ്മളെടുക്കുക. ഇലക്കെ കംപ്ലീറ്റ് ഒഴിവാക്കും. പണ്ടൊക്കെ ഞങ്ങൾ ചെറുതാകുമ്പോൾ അമ്മ ഇത് എണ്ണ കാച്ചാറുണ്ട്, നീരിറക്കം കുറയുന്നൊക്കെ പറയും. അപ്പോൾ അതൊന്ന് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചപ്പറമണയാണ് കേട്ടോ. ഇത് ഒരു വലിയ മരമായി മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ മരമാണ്. അപ്പോൾ ഇതിൻ്റെ കായ് കണ്ടില്ലേ? ഇത് പെപ്പറിൻ്റെ കുരു പോലെയല്ലേ? ഇതൊരു പാവം പിടിച്ച ഇലാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് മെഴുക്കിൻ്റെ ഒരു കവറിങ് ഉള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോഴേക്കിതാ നല്ല മഴ പെയ്തു കേട്ടോ, നല്ല കാറ്റുണ്ട്. അപ്പം കഞ്ഞീൻ്റെ മരുന്നൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് നെല്ലിത്തരി വെച്ചിട്ടാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കുന്നത്. നവരരി കിട്ടിയിട്ടില്ല. ഇത് വളരെ നൈസായ അരിയാണ്. ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഞാനിത് ഫസ്റ്റ് വേവിച്ചെടുക്കാൻ പോവാണ്. കഞ്ഞി വേവാനുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഗ്യാസും വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മരുന്നിൻ്റെ ഇലക്കൊന്ന് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കണം. അപ്പോൾ അതൊക്കെ നന്നാക്കി വാഷ് ചെയ്തിട്ട് ഞാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചപ്പരമണീൻ്റെ ഇല ഇട്ടു. ഇത് കുടലിരിക്കേണ്ട കുറച്ച് ഇല മാത്രമേ ഇടണുള്ളൂ. കീഴാർനെല്ലിൻ്റെ തണ്ട് ഒഴിവാക്കാണ്. ഇത് മൊയൽച്ചെവിയാണ്. ഇത് നമ്മുടെ പുളീൻ്റെ ഞരമ്പ് മാത്രം എടുക്കാൻ, ഇലയൊക്കെ ഒഴിവാക്കാണ്. ഇത് പുളീൻ്റെ ഇല. ഇതിൻ്റെ വേര് മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ചെറുളാണ്. അപ്പം വേരൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്തതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിലനാരകം. ഇതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഇല മാത്രം എടുക്കുകയാണ്. ഇനി നമ്മൾ ചെറുളൻ്റെ വേരും പുളീൻ്റെ വേരും ഒന്ന് ഇടിച്ച് പിഴിഞ്ഞിട്ട് നീരെടുക്കാൻ പോവാണ്. ഇപ്രാവശ്യം നമുക്ക് ഇടിഞ്ഞിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇടിഞ്ഞിൽ കിട്ടാറുണ്ട്. അപ്പോൾ നന്നാക്കി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനത് 1 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നാക്കി പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. നീര് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് നല്ല ജീരകം, 1/2 സ്പൂണ് കുരുമുളക് പൊടി. മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഒരു 15ഓളം ചെറുള്ളി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നാക്കി വാഷ് ചെയ്ത് വെച്ച ഇലകളില്ല, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നാക്കി അരച്ചു കൊണ്ടുവരാം. അപ്പോൾ
അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കഞ്ഞി ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പച്ചലരിയ അത് നന്നാക്കി പൊടിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച നീരില്ലേ, ചെറുളേൻ്റെയും പുളീൻ്റെയും ആ നീരാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് നന്നാക്കി മിക്സ് ചെയ്യുക. ഇനി കൂടുതൽ വെള്ളം വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷെ കുറച്ചൊരു തിക്നെസ്സാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. ഇനി നമുക്ക് കഞ്ഞിക്ക് വേണ്ട ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് ആ പച്ചമരുന്നിൻ്റെയും ഉള്ളീൻ്റെയും ജീരകത്തിൻ്റെയും. കഞ്ഞി അടിപിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി വെക്കാൻ പോവാണ്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ കർക്കിടകഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഒന്നും വേണ്ട കേട്ടോ. കാരണം ഇതിൽ കുരുമുളക് പൊടി ഉണ്ട്. ആ എരിവിൽ തന്നെ ഇത് കഴിക്കാം. ഇതിൽ നമ്മൾ പച്ചയിലൊക്കെ ചേർക്കുമ്പോൾ വിചാരിക്കും ഇതിന് കയ്പോ ചവർപ്പൊക്കെ ഉണ്ടാവുന്ന. പക്ഷെ ഒരു സംഭവമില്ല കേട്ടോ. സംഭവം സൂപ്പറാണ്. അപ്പം ഞാൻ കഞ്ഞിയൊക്കെ ഒന്ന് കുടിക്കട്ടെ. ഇത് വളരെ ഹെൽത്തിയാണ്. കർക്കിടകത്തിൽ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും